എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബീഫ് റോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായി മൂത്ത് വന്ന ശേഷം സവാള ചേർത്ത് കൊടുക്കുക. ഒന്നിളക്കിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി, പച്ചമുളക് ചതച്ചതും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ തക്കാളിയും 2 പച്ചമുളക് കീറിയതും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്ന ശേഷം അതിലേക്ക് ബീഫും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 6 വിസിൽ വന്നതിന് ശേഷം ഇതുപോലെ വെന്തിട്ടുണ്ടാവും. ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്ന ശേഷം ആവശ്യത്തിന് തേങ്ങ കുത്തിയതിട്ട് മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ 2-3 വറ്റൽമുളകും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഒരു സവാള അരിഞ്ഞതും 4-5 ചെറിയുള്ളിയും ചേർത്ത് അതും കൂടി ഒന്ന് ചുവന്നു വരുന്നതിന് ഇളക്കിയെടുക്കുക. നന്നായി ചുവന്ന് ഈ പരുവമാകുമ്പോഴത്തേക്കും അതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, അല്പം കായം പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ മാറിപ്പൊടി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാട്ടോ ബീഫ് വേവിച്ചത്. ഇത് ബീഫിൻ്റെ സ്റ്റോക്കും ഒപ്പം ആ സവാളയുടെയും തക്കാളിയുടെയും എല്ലാം മൊത്തം മിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിക്ക് ഒരു പ്രത്യേക രുചിയും മണവും എല്ലാം ഉണ്ടാവും. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. കൂടെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം പറ്റിയ ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.